പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ബബിതയും രോഹിത്തിനെയും എങ്ങനെയെങ്കിലും തിരിച്ചു വിടാൻ വേണ്ടി അമ്മാവന്മാരെല്ലാം അവരോട് സംസാരിക്കുക. അന്നേരം രോഹിത്ത് പറയുന്നുണ്ട്, അവിടെ ഒരുത്തി ഉണ്ടല്ലോ അലീന, അവളെ മതി അച്ഛനിപ്പം, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പം ശിവൻ പറയുന്നുണ്ട്, ഇനി നിങ്ങൾ തിരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇതൊരിക്കലും നിങ്ങളുടെ വീടല്ല, നിങ്ങളുടെ വീട് അങ്ങ് കടപ്പാട്ടൂരുള്ളതാണ്, എന്നാണെങ്കിലും പോകണം, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നതാണ് നല്ലത് എന്ന് പറയുന്നു. ഇത് ഇഷ്ടപ്പെടാതെ ബബിത അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. ഇനിയിപ്പം രോഹിത്ത് എന്ത് ചെയ്യും എന്നറിയില്ല. ഏതായാലും പോകണം എന്നുള്ള കാര്യം ശിവൻ അവരോട് രണ്ടുപേരോടും പറയുന്നുണ്ട്. പിന്നെ മനുവിനെ കാണിക്കുന്നുണ്ട്. മനു മുത്തശ്ശിയോട് വന്ന് സംസാരിക്കുവാണേ. അന്നേരം ഇതിനു മുമ്പ് അലീന നല്ല രീതിയിൽ മുത്തശ്ശിയെ നോക്കിയ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയുവാണ്, എടാ ഇനി അവൾ എന്നെ നോക്കുമോ? കാരണം ഇത്രയും കാലം വേലക്കാരി എന്നുള്ള രീതിയിലാണ് എന്നെ നോക്കിയത്. ഇപ്പം ബാലേന്ദ്രൻ്റെ മകൾ എന്നൊരു സ്ഥാനം ഉള്ളതുകൊണ്ട് മുത്തശ്ശിയെ നോക്കിയേല എന്നുള്ള രീതിയിൽ മുത്തശ്ശി പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അലീന ഇതെല്ലാം ചെയ്തത് എന്ന് മനുവിനറിയാലോ. ഏതായാലും മനു കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടെ നിന്ന് പോകുന്നു. ഇത്തിരി വിഷമത്തോടെ ഇരിക്കുന്ന മുത്തശ്ശിയെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഗംഗാധരനും ശിവനും അതുപോലെ രാജീവും 3 പേരോട് സംസാരിക്കുവാണ്. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, ഇപ്പം ഇവിടെ നീതി കിട്ടേണ്ടത് ബാലേന്ദ്രനും അലീനയ്ക്കുമാണ്. അവർക്കാണ് ഇതുവരെ നീതി കിട്ടാതിരുന്നത്. ഇനി നീതി കിട്ടേണ്ടതും അവർക്കാണ്.